കുമളിയിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും. അതിനിടയിൽ വന്ന കമൻറ്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിൻ്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിൻ്റെ നീതിക്കായി. എത്ര വർഷമായി അറിഞ്ഞിട്ട് പോയത്? അപ്പൊ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു, അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം, അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3 ദിവസം ആയിക്കൊണ്ട് ഞാൻ ഈ ഒരു കണ്ടന്റ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് ആരും അങ്ങോട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും എടുത്തത്. അപ്പം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുമാണ്. അതുപോലെ തന്നെ ഇന്നലെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കാര്യം കൂടെ പറയാനായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കാര്യം നമുക്കങ്ങ് പറഞ്ഞേച്ച് തുടങ്ങാം. ഇന്നലെ ആരുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലെ കമൻറ്റ് ബോക്സിൽ വന്നാണ്, പൊന്നി ചേച്ചി സത്യമെല്ലാം അറിഞ്ഞിട്ട് വന്ന് കാര്യം പറ. ഈ സത്യമെല്ലാം അറിഞ്ഞിട്ട് വന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞ ആ ആളോട് ഇന്ന് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെ വീട്ടിലിരുന്ന് വക്കീലും ആ പയ്യൻ്റെ അപ്പനും അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണോ ഇവർ ഈ പറയുന്നതെന്നുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഒരുപാട് സ്ഥലത്തും ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നത്. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ വന്ന് പറയുന്ന കാര്യമാണ്. ഇനി അഥവാ തന്നെ എനിക്കൊരു തെറ്റ് പറ്റിയാൽ ഞാൻ അടുത്ത വീഡിയോയിൽ വന്ന് അതെനിക്ക് തെറ്റ് പറ്റിയ കാര്യങ്ങൾ തിരുത്തി പറയുക തന്നെ ചെയ്യും. ഞാൻ രേണുവിൻ്റെ ബില്ലിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞത് ഫേക്കാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനിത് ആദ്യം വിളിച്ച് ചോദിച്ചാൽ മനുവിനോടാണ്. മനു ഇതിനെപ്പറ്റി എന്നേലും അറിയാവോ എന്ന് ചോദിച്ചു. അത് ഇപ്പോൾ ദേവിനോട് മനു ചോദിച്ചപ്പോൾ ദേവിനോട് ഞാൻ സംസാരിച്ചായിരുന്നപ്പോൾ അന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ച് പറയുമ്പോൾ ഞാൻ ബില്ല് ഫേക്കല്ല, അത് ഒറിജിനൽ ബില്ല് തന്നെയാണ്, അത് ആ ഡേറ്റ് വന്നിരിക്കുന്നത് അത് അതിൻ്റെ അല്ല, അവർ മരുന്ന് മേടിച്ച ദിവസത്തെ ഡേറ്റ് അല്ല വന്നിരിക്കുന്നത് എന്ന് പണ്ട് അവർ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ആ ഒരു ബില്ലിനെ പറ്റി ഫേക്കാണെന്നോ ഒന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല. പിന്നെ അവർ ആ ബില്ല് പിടിച്ച് കൈ മറിച്ച് പിടിച്ചപ്പം ആൾക്കാർക്ക് സംശയം തോന്നി എന്നുള്ള രീതിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്കറിയാൻ മേലാത്തൊരു കാര്യമാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ വീഡിയോയിൽ ഒരു തെറ്റ് പറ്റില്ല. അടുത്ത പ്രാവശ്യത്തേക്ക് എനിക്ക് തിരുത്തി പറയാൻ ഒരു മടിയുള്ള ആളല്ല. കാര്യം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നേച്ചായിരിക്കുമല്ലോ ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് നമ്മൾ സത്യസന്ധമായിട്ട് പോകുമ്പോഴത്തേക്ക് എന്നാത്തിനാണ് വന്ന് ഇതിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ റിയാക്ട് ചെയ്തു പക്ഷേ ഒരു നീതിക്ക് വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ എതിരായിട്ടൊരു കാര്യങ്ങൾ പറയാതിരിക്കും. ഇതിപ്പോൾ കേൾക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് എന്നായിരിക്കും, ഇതൊന്നുമല്ല സത്യം എന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നത്. ആ മനുഷ്യൻ്റെ കാര്യങ്ങൾ മൊത്തം ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് യൂട്യൂബിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ദേവ് എടുത്തു, മനു എടുത്തു, വിവി എടുത്ത്, ഞാൻ എടുത്തു, വേറെ ആരും ഞാൻ എടുത്ത് കണ്ടില്ല, റിയാക്ട് ചെയ്യുന്നത് കണ്ടില്ല. പക്ഷേങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നല്ലപോലെ ഇത് സ്പ്രെഡ് ആകുന്നുണ്ട്. ആൾക്കാർ നല്ല കാര്യം എനിക്കൊന്ന് ഇച്ചിരിയും കൂടെ അതിനകത്തൊക്കെ മനസ്സാക്ഷിയുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാര്യം ഇതുപോലെ ഷെയർ ചെയ്യുന്നത്. കാര്യം ഈ ഒരു മനുഷ്യന് നീതി, അദ്ദേഹം പോയി ലോകത്തുനിന്ന്. എന്നാലും ഇങ്ങനെയുള്ള നിയമ നടപടികളൊക്കെ എടുത്ത് കഴിയുമ്പം ഇനി ഒരു കാര്യം ചെയ്യാനായിട്ട് മുൻകൈയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് പേടിക്കും. പെണ്ണിനാണ് എവിടെയും നിയമത്തിന് മുമ്പിൽ നിൽക്കാനായിട്ടുള്ളൊരു സ്ഥാനം കിട്ടുന്നത്. സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന കൊടുക്കുന്നത്. പക്ഷേ അത് ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു നിയമം അവർക്ക് അനുകൂലമാണ് എന്നുള്ള ഒറ്റ ഇതിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു മനുഷ്യൻ്റെ മരണവും കാര്യങ്ങളും എല്ലാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനകത്ത് ഇത്രയും വന്ന് പറഞ്ഞേച്ച് പോയ ആൾക്ക് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും പറയത്തില്ലായിരുന്നു അതിനകത്ത്. അതും പറയുകയല്ല. അതും പറയാതെ എവിടുന്നെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് സത്യമുണ്ടോ ഇല്ലെന്ന് പോലും അറിയാതെ വന്നിച്ച് എന്നേലൊക്കെ ഒരു കമൻറ്റ് ഇട്ടേച്ച് പോകും. അങ്ങനെ ചെയ്യാതിരിക്കുക ദൈവത്തോട്. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ബാക്കിയുള്ള ഏത് കാര്യത്തിനോട് നിങ്ങൾ എങ്ങനെ ഉണ്ടെങ്കിലും പറഞ്ഞു, കുഴപ്പമില്ല. കാര്യം ഇതൊക്കെ നമ്മളൊരു മനുഷ്യനോട് നീതി കിട്ടാൻ വേണ്ടി കിടന്ന ആ അപ്പനും അമ്മയും ഇരിപ്പുണ്ട്, ജീവനോട് ഇരിപ്പുണ്ട്. അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവർ ഒരുപക്ഷെ ഈ മകനെ ആശ്രയിച്ചായിരുന്നായിരിക്കും ജീവിച്ചിരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്നൊരു മകനാണ് പോയത്. അതിനുള്ള കാരണം ഒരു സ്ത്രീയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് അതിനുള്ള കാരണക്കാരി. അല്ലാതെ വേറെ ഭാര്യ മാത്രമല്ല, അവരുടെ കാമുകൻ എന്ന് പറയുന്നത് അവനും ഉണ്ട് ഇതിൽ പങ്ക്. ഇന്ന് എന്നാണെങ്കിലും ഫോട്ടോയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ളവരൊന്നും ഫോട്ടോയൊക്കെ പുറത്ത് വരത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇഷ്ടം പോലെ ഫോട്ടോസ് ഇടുന്ന് കറങ്ങുന്നുണ്ട്. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിത് സൈഡിൽ വെക്കാം. ഇതാരാന്നുള്ള കാര്യം ഇവിടെയൊക്കെ തിരിച്ചറിയണം. ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണം. എന്നാൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇനി പൊട്ടിമുളച്ച് വരാതിരിക്കുകയുള്ളൂ. ഇവക്കൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊല്ലാക്കൽ ചെയ്ത് അവൾക്കൊക്കെ അവിടെ പാട് നോക്കി പോകാമായിരുന്നു. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അവരുടെ ഫോണിലേക്ക്, അമ്മയുടെ ഫോണിലേക്കോ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്കോ എൻ്റെ ഫോട്ടോയോ ഒരു വീഡിയോസോ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് ഇയാൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നതും. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ കുഞ്ഞു പോയ ദുഃഖവും എല്ലാം കൂടെ കൊണ്ടാണ് അയാൾ ഇങ്ങനെ കാണിച്ചു വെച്ചത്. അത് കുഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ ആ കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോയാലും കോടതിയിൽ നിന്ന് തന്നെയല്ല, അമ്മയുടെ കൂടെ പൂർണ്ണമായിട്ടൊന്നും വിടത്തൊന്നുമില്ല. അച്ഛന് കാണേണ്ട സമയത്ത് ആ കുഞ്ഞിനെ കാണാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരു നിയമം കൂടെ വരും. പിന്നെ ഇങ്ങനെയുള്ള കോടതിയിലൊക്കെ ഏത് വക്കീലാണ് ബാധിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ്റെ കൂടെ ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയ കുഞ്ഞിനെ അവൾ വല്ലവൻ്റെയും കൂടെ പൊറുക്കാൻ പോയിട്ട് തിരിച്ചു വന്നേച്ചാൽ കുഞ്ഞിനെ ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് അനുകൂലമായിട്ട് വിധി വന്നതും നമ്മുടെ നിയമം അങ്ങനെയാണ്.
അമ്മ, സ്ത്രീ എന്ന് പറയുമ്പോൾ അമ്മ. ഈ അമ്മ തന്നെയാണ് ഇതിന് മുന്നേ നമ്മൾ കണ്ടു ഒരു കുഞ്ഞിനെ അവളുടെ കാമുകനെ അവൾ കണ്ണടച്ച് കൊടുത്തിട്ടാണ് ആ കുഞ്ഞിനെ എത്രയും അവൻ ഉപദ്രവിച്ചത്. ആ കുഞ്ഞ് ലാസ്റ്റ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ജനങ്ങൾ ഇങ്ങനെ അങ്ങ് ഒന്നിച്ചു കൂടും. അതിന് മുമ്പേ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെതിരെ നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റിയാക്ട് ചെയ്താൽ പോലും ആരും അനങ്ങത്തില്ല. പിന്നെ ഇത്രയും വിഷയം തന്നിട്ട് എനിക്കറിയാമല്ലോ ഈ രാഹുൽ ഈശ്വരനും പിന്നെ മുകേഷ് എന്ന് പറഞ്ഞാൽ അവരൊന്നും കാണുന്ന പോലും ഇല്ല എവിടെ എന്നുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടി അവരൊന്നും ഇറങ്ങുന്നത്. ഇനി പുള്ളി വലിയ സിനിമാ നടനോ അല്ലെങ്കിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാണേലും ഇദ്ദേഹത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയേക്കുന്നത് ദീപക് ഷിംജിത വിഷയത്തിൽ ഷിംജിത അകത്തിടാൻ വേണ്ടി ആ വാദിച്ച വക്കീലാണ് ഈ ഇഞ്ചക്ഷന്റെ കാര്യത്തിൽ ഇറങ്ങിയേക്കുന്നത്. അഡ്വക്കേറ്റ് റിനേഷ് ഇടത്താടൻ എന്ന് പറയുന്ന വക്കീലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് അദ്ദേഹം കുമ്പളിക്ക് പോകുന്ന കാര്യവും അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ഇതിനു വേണ്ടി മുൻകൈയിട്ട് ഇറങ്ങിയാൽ ആ മനുഷ്യന് നീതി, ആ ആത്മാവെങ്കിലും ഒരു ഇതായിട്ട് പോകത്തുള്ളൂ. കാര്യം ഇവളെയൊക്കെ ഉണ്ടല്ലോ സുഖമായിട്ട് ജീവിക്കാൻ വിടരുത്, വിടാതെ ഇവളൊക്കെ അനുഭവിക്കണം. എന്നാണ് ഇങ്ങനെയൊക്കെ ഒരു തോന്നിവാസം കാണിച്ച് വെച്ചാൽ. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു കേട്ടോ, ഈ പുള്ളിക്കാരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്കറിയത്തില്ല അതിൻ്റെ ഡീറ്റെയിൽ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ അവർ ഇൻസ്റ്റയിൽ അവരുടെ ആരോ ഈ പയ്യനെ അറിയാവുന്ന ആരോ ആണ് ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് പഠിപ്പിച്ചതിന് ശേഷമാണ് ഗൾഫിന് വിട്ടത് എന്നൊക്കെ പറയുന്നു. എന്നാണേലും അദ്ദേഹം ആ ഒരു പുഞ്ചിരി ഇനി ആർക്കും കാണാൻ, നിർമ്മല്യം ബസ്സിൽ കയറുന്നവർക്ക് നല്ലൊരു പുഞ്ചിരിയായിരുന്നു എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ടിരുന്നത്. അതിനി നിങ്ങൾക്ക് കട്ടപ്പന കുമളി റൂട്ടിലോടുന്ന ആ ഒരു വണ്ടിയിൽ ഇനി ആ ഒരു ചിരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയ്ക്ക് ഒരുപാട് നമുക്ക് എന്നെ നിറത്തില്ല. ഈ ഒരു ഫോട്ടോ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഫോട്ടോ വീഡിയോസ് കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ബസ്സുകാരൊക്കെ റീൽസൊക്കെ എപ്പോഴും വരാറുണ്ട്. പിന്നെ എൻ്റെ കെട്ടിയും ബസ്സുകാരനൊക്കെ കൂടെ ആയതുകൊണ്ടായിരിക്കും ഈ ബസ്സുകാരൊക്കെ റീൽസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനത് ശ്രദ്ധിക്കും. എന്നതാണ്, അല്ലെങ്കിൽ ബസ് പ്രൈവറ്റ് ബസ്സുകാർ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും എന്നാണ് പ്രശ്നം എന്ന് ശ്രദ്ധിക്കും. അതൊരു പക്ഷേ നമുക്ക് ഈ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരുന്നായിരിക്കാം പെട്ടെന്ന് അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചാണ്, നല്ലൊരു ചെറുക്കനാണല്ലോ, ഒരു ഉണ്ടക്കണ്ണൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കി ആ ഒരു റീല് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഇങ്ങനെ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തേക്കുന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു അടുത്ത ഫോട്ടോയും കണ്ടു ആദരാഞ്ജലി. അന്നേരമാണ് ഞാൻ നോക്കിയപ്പം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമാണ് ആദ്യം കണ്ടത്. പിന്നെയാണ് ഇൻസ്റ്റയിൽ കയറിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടത്. നമുക്ക് തന്നെയുള്ള ഈ വക്കീലിൻ്റെ കാര്യം നോക്കാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് അവരുടെ വീട്ടിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളോടൊന്ന് കേൾക്കാം. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് ഇടത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും. അതിനിടയിൽ വന്ന കമൻറ്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിൻ്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിൻ്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. കേട്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒന്നിച്ച് നിന്നാലേ നീതി ലഭിക്കുള്ളൂ. എന്തെങ്കിലും കമൻറ്റ് ഇട്ട ആളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുക. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വന്ന് ചുമ്മാ തമാശയ്ക്ക് പോലും ഇങ്ങനെയുള്ള കമൻറ്റും കാര്യങ്ങളും ഇടാതിരിക്കുക. കാര്യം അത് ഒരു മനുഷ്യൻ്റെ വേർപാടാണ്. അതിൽ സങ്കടപ്പെടും. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതന്നെ എനിക്ക് ഇതിനൊക്കെ റീച്ച് കിട്ടുന്ന ഒരുപാട് വീഡിയോ എനിക്ക് രേണുവിൻ്റെ ആണെങ്കിലും എടുത്തിടുക. അതിനകത്ത് രേണുവിൻ്റെ വിഷപ്പിൻ്റെയൊക്കെ അവിടെ തകൃതിയായിട്ട് നടപ്പുണ്ട് ഓരോ പ്രശ്നങ്ങൾ. പക്ഷേ അതൊന്നും നമ്മൾ വല്ല ഇത് പ്രതീക്ഷിച്ച് നമ്മളെ കൊണ്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു 10 പേര് ഇത് കണ്ടുള്ളെങ്കിലും ആ ഒരു 10 പേര് ഒരു ആൾക്കൊന്ന് ഷെയർ ചെയ്താൽ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഒരു മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇത് എനിക്ക് വീവിന് വേണ്ടി ഒന്നുമല്ല. ഞാൻ ഇത് എനിക്കറിയാം അത് വലിയ വീവ് കിട്ടത്തുമില്ലെന്ന് എനിക്കറിയാം. കാര്യം സോഷ്യൽ മീഡിയ നമുക്കറിയാം, ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഏത് കയറി പോകരുതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ നമ്മളത് കയറി പോകരുതെന്ന് അറിയാതൊന്നും ഇടുന്ന വീഡിയോസുകളൊന്നും അല്ലത്. ഇത് ഒന്ന് കണ്ട് നിങ്ങൾക്ക് ആ ഒരാൾക്കെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങളൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് എൻ്റെ ഇത് തന്നെയല്ല, ഈ വേറെ ആരുടെയെങ്കിലും ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ, ഇങ്ങനെ വരുമല്ലോ, ഒത്തിരി പേര് ഇട്ടേക്കുന്ന വരുമല്ലോ, അതിൽ നിന്ന് എടുത്ത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ അതൊരു 10 പേര് കാണുക. അങ്ങനെ ഒരു 10 പേര് അറിഞ്ഞ് ഒരു 10 പേര് ഇതിൽ പ്രതികരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതൊന്ന് വൈറലായിക്കോളും. അതുകൊണ്ട് മാത്രമാണ്. എന്നാണേലും നമുക്ക് ആ വക്കീൽ പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാം ഒന്നിച്ച് നിൽക്കാം. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾ പോലുമല്ല, എന്നെ പോലെ പലരും. പക്ഷെങ്കിൽ എന്നതോ ആ ഒരു ചിരിയും ആ ഒരു നോട്ടവും അദ്ദേഹം അനുഭവിച്ച ആ മാനസിക ബുദ്ധിമുട്ടും, ഇനി ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കേണ്ട മനുഷ്യൻ, ആ അപ്പനും അമ്മയ്ക്കും താങ്ങാകേണ്ട മനുഷ്യൻ, അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് അത്രയ്ക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത എന്നാ കാര്യമാണ് അവരതിൽ അയച്ചതെന്നുള്ളതാണ് ഇനി ഇത് പുറലോകം അറിയാനുള്ളത്. കാര്യം അത് ആ ഒരു കാര്യത്തിനാണ്. ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അതിനുശേഷം 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയോ അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട്
ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാണെങ്കിലും നമുക്ക് ഈ വക്കീൽ അവരെ ചെന്ന് കണ്ടു ആ വീട്ടുകാരോട് കുറേ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആ വീട്ടുകാരോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം പറയാം, ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്നതെങ്കിലും അതിന് ഒരു കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലെന്നറിയാം. കുറച്ചെങ്കിലും നല്ല ഞാൻ അതിനകത്ത് പറഞ്ഞ മുക്കാൽ കാര്യങ്ങളും ഇവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആ വീഡിയോയ്ക്കകത്ത് വേറൊരാളുടെ കാര്യം കൂടെ പറഞ്ഞത്, ഇനി അത് കേട്ടിട്ടാണോ അവരങ്ങനെ ഒരു കമൻറ്റ് ഇട്ടേന്ന് എനിക്കറിയത്തില്ല. ഇതേ സിറ്റുവേഷൻ നടന്ന് വേറെ വീട്ടിൽ, പക്ഷേ അത് പുറലോകം ഒന്നും അറിഞ്ഞില്ല. ചുറ്റുവട്ടത്തുള്ള ഞങ്ങൾ നാട്ടുകാർ മാത്രമേ അറിഞ്ഞുള്ളൂ. കാര്യം ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊട്ടൊന്നും എടുത്തിടാനായിട്ട് അത് ആരുമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം. ഇവരുടെ ഫാമിലിയിൽ ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നും സംസാരിക്കാൻ വരുന്നില്ല. വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് ഓരോന്ന് എടുത്ത് നിർത്തിച്ച് പിന്നെ അതാ ഇതാ എന്നൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. രഞ്ജീഷിൻ്റെ വീട്ടിലാണ്. രഞ്ജീഷിൻ്റെ അച്ഛനുണ്ട് ഇവിടെ, രഞ്ജീഷിൻ്റെ അമ്മയുണ്ട്, രഞ്ജീഷിൻ്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലെന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിൻ്റെ അച്ഛനൊന്ന് പറയും. അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട് നിയമയുദ്ധം തുടങ്ങുക, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട് രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും ഒരു നീതി വലിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇനിയിപ്പോൾ രഞ്ജീഷിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആൾ, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ നടത്തി അതിനുള്ള തീരുമാനം ഉണ്ടാക്കുക. അപ്പൊ അച്ഛൻ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ തുടക്കം, എവിടെയാണ് ഇതിന്റെ? അപ്പം എന്താ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞുള്ള തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവിടെ ആരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഫോണിലൂടെ അയച്ചു. ഏത്? ആ വ്യക്തി അങ്ങനെയാ സംഭവം അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ, ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത് എത്ര വർഷമായി അറിഞ്ഞിട്ട്? അതിപ്പോ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന് ഒരു വിഷമം ഉണ്ടായിണ്ടോ? അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്, ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഈ ലെവലിലേക്ക് ഇറക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണമേ അച്ഛൻ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതുള്ളൂ രക്ഷ. നമുക്ക് ഏറ്റവും കൂടുതൽ അവന്റെ കുഞ്ഞിനെ ഇവിടെ തള്ള വന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരുന്ന ജൂൺ 15 വരെ സ്കൂളിൽ പോയത്. ഇവിടെ വന്നിട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലെ? കുട്ടീനെ കാണിക്കാതുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്നത് ആ മരിച്ചതിന്റെ മാസ്റ്ററാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്, അതൊരു കേസ് എടുക്കും നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും ചേർക്കണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവൾക്കെതിരെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ വൈകും. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വളരെ എന്താ പറയാ, വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അനുഭവിക്കുക ഇതുള്ളൂ നമ്മുടെ ഇത്. അതെ. അപ്പൊ ഇനി ഞാനൊരു റിക്വസ്റ്റ് പറയാണ്, ഈ നീതിക്കായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ആ വക്കീൽ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നലെ ഞാനും എൻ്റെ ചാനലിനകത്ത് പറഞ്ഞത്. അല്ലാതെ അതിലില്ലാത്ത കാര്യങ്ങളും ഒന്നുമല്ല പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇവർ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഇവർ സ്കിപ്പ് ചെയ്ത് കാണും, ഇല്ലെങ്കിൽ ഇവർ കൈതട്ടി നീങ്ങി കാണും, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഈ പുള്ളിക്കാരൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിയായിട്ട് അതേ സംഭവം നടന്നൊരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ അവർ പറയുന്നത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാതെ എന്ന് പറഞ്ഞത്. അതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പൊടുപ്പും തൊങ്ങലും ഒന്നും
എന്നും വെച്ച് പിന്നെ അവരെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഓരോ ആണുങ്ങളുടെയും ജീവിതത്തിലേക്ക് വന്നാൽ അവർക്ക് നശിച്ച് പോകത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കല്യാണം കഴിക്കണ്ട. ഇനി ആരെങ്കിലും പുറകെ പോയി കുറച്ച് ലിവിൻ ടുഗദറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങ് നടന്നു വെച്ചാൽ നിങ്ങൾ അത് കഴിഞ്ഞ് പൊടിയും തട്ടി അങ്ങ് പോകും. അതിൻ്റെ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. ഇതൊരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ജോലിക്ക് വിട്ടു. ജോലിക്ക് ആ കുഞ്ഞിനെ അങ്ങോട്ട് 1.5 മാസം അങ്ങോട്ടുള്ള സമയത്ത് അങ്ങോട്ട് ഇവർ ജോലിക്ക് പോയെന്നൊക്കെ പറയുന്നത്. ഞാൻ പറയട്ടെ, നമ്മളൊരു അമ്മമാർക്ക് ഒരു പൊടിക്കൊച്ചിനെ വളർത്തിയെടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് നോക്കി. എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒരു പൊടിക്കൊച്ചിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ടുള്ള പാട്. അപ്പം ഒരു അമ്മ അടുത്തില്ലാതെ ഒരച്ഛൻ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്ന് ഓർത്ത് നോക്കി. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തി അത്രയും 1.5 മാസമാണോ 1.5 വയസ്സാണോ എന്ന് എനിക്കറിയത്തില്ല. എത്രയാണേലും 1.5 വയസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് എന്നാ ഉണ്ട്. അതിനെ ഇടവും ബലവും തിരിയാൻ നമ്മൾ നോക്കേണ്ട പ്രായമാണ് അതൊക്കെ. അങ്ങനെ നോക്കി കൊണ്ടുവന്ന് ആ കുഞ്ഞ് ഇത്രയും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അതിനെ വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അവൾ 3 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഫോട്ടോ അയച്ചു. അദ്ദേഹത്തിനല്ലേ ഫോട്ടോ അയച്ചു കൊടുത്ത്, അവളെ അയച്ചു കൊടുത്ത് അവിടെ കൂടെയുള്ള കാമുകൻ അവൻ ഫോട്ടോ അയച്ചു കൊടുത്തേക്കൊന്ന് ഓർത്ത് നോക്കി. ഒരു ഭർത്താവിന് ഒരുത്തൻ ഫോട്ടോ അയച്ചു കൊടുക്കുക ഭാര്യയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഭാര്യയാണെങ്കിൽ സഹിക്കാൻ പറ്റും. ഒരിക്കലും പറ്റത്തില്ല. ഒരു പെണ്ണിന് അയച്ചു കൊടുത്താൽ അവൾ അനുഭവിക്കുന്ന അതേ വിഷമം ബുദ്ധിമുട്ടും തന്നെയാണ് ഒരാണും അനുഭവിക്കുന്നത്. പെണ്ണെന്ന് പറയുമ്പോൾ കരഞ്ഞ് വിളിച്ച് വെള്ളം വെച്ച് നടക്കും. പുരുഷൻ എന്ന് പറയുമ്പോൾ അവരത് ഉള്ളിലൊതുക്കി അവർ ആ ആരോടും പറയാൻ നാണക്കേട് ഭയന്നവർ അത് ഉള്ളിലൊതുക്കിക്കൊണ്ടിരിക്കും. പക്ഷേങ്കിൽ അങ്ങനെ ഉള്ളിലൊതുക്കുമ്പോഴാണ് അവർക്ക് ആരോടും പറയാനില്ലാതെ വരുമ്പോഴാണ് അവർക്ക് പിന്നെ ഒരു വഴിയും കിട്ടാതെ വരുമ്പം അവർ ഈ ലോകത്തുനിന്ന് എങ്ങ് പോകുന്നത്. കാര്യം അവർക്കതൊന്നും താങ്ങാൻ പറ്റത്തില്ല. അത്രയും ചിരിക്കുന്ന ആ മനസ്സിനുള്ളിൽ എന്തുമാത്രം വിഷമം ഉണ്ടായിരുന്നെന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്നിപ്പോൾ ഇതൊരു സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് സോഷ്യൽ മീഡിയ മൊത്തം ഭയങ്കര ന്യൂസിനകത്ത് ഇതേ കാണുകയുള്ളായിരുന്നു, ഈ ഒരു വാർത്തയെ കാണുകയുള്ളായിരുന്നു. പക്ഷേ ഇതൊരു പുരുഷനായതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നില്ല, ആരും അനങ്ങുന്നില്ല. ഇതിന് പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ അങ്ങനെ കുറേ പേരൊക്കെ ഇവരെ ഒന്നും കാണുന്ന പോലെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ ഓടി നടക്കുമായിരുന്നു അവരൊക്കെ രക്ഷിക്കാനായിട്ട്. ഇതുപോലുള്ള കാര്യത്തിനോടൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിക്കുന്നേ. ഇവരൊക്കെ ആണുങ്ങൾ തന്നെയല്ലേ, ഇവർക്കും കൂടെ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിമായിട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ളവർക്കും അല്ലെങ്കിൽ സിനിമയിലുള്ളവർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ എല്ലാവർക്കും ഒരുപോലെ അതുകൊണ്ട് ഗുണം കിട്ടട്ടെ. ഇതേ കാര്യം തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും വരുന്നത്. സാധാരണക്കാരന് ഒരു പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലും വരത്തില്ല, ഒരു ന്യൂസിലും വരത്തില്ല, അതിലൊരു സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരും കാണുകയില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇതിനുവേണ്ടി പക്ഷേ ഈ വക്കീൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നല്ല ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യാൻ പോലും ആ കുഞ്ഞിനെ പോലും വിടാൻ മടിച്ച് അവൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. നല്ല ശിക്ഷ. അവൾ അകത്ത് കിടക്കുമ്പോഴേ അവൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ ഒരു 10 എണ്ണത്തിന് ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും വന്നു കഴിയുമ്പോണ്ടല്ലോ 11ാമത് ഒരുത്തി ഇറങ്ങുമ്പോൾ ഒന്ന് പേടിക്കും. ഞാൻ ഇറങ്ങിയാലും എനിക്ക് ഈ പണി കിട്ടുമല്ലോ, എന്നും അകത്ത് പോകുമല്ലോ എന്നൊരു പേടി വരുമ്പോഴത്തേക്ക് ഈ മാതിരി തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കും. ഇപ്പം മിക്കപ്പോഴും 2-3 കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തേടി പോവുക, അത് പിടിച്ചോണ്ട് പോകാൻ കുറേ അവന്മാർ. ഇവനൊക്കെ അറിയുന്നില്ല ഇവിടെ നീ കളഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ കളഞ്ഞ് ചെയ്ത് നിമിഷം അടുത്തവൻ്റെ പുറകെ പോകുന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ കുറേ എണ്ണങ്ങൾ ഒത്തിരി നമ്മൾ പുറം ലോകം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. പുറം ലോകം അറിയാത്തത് കൊച്ചു കുഞ്ഞിനെ 1.5 വയസ്സ് കണ്ടുള്ള ഒരു പെൺകൊച്ച്, അതിനെയും അതിന് ഒരു 2 കുട്ടികളെ, ആ 2 കുട്ടികളെയും വെച്ചാൽ ഒരാൾക്ക് 1.5 വയസ്സും ഒരാൾക്ക് എനിക്കൊന്ന് 3, 4, 5 വയസ്സും കണ്ടുള്ള ഈ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്ത് നാട്ടിൽ ഭാര്യയ്ക്ക് സഹായത്തിന് എന്തെങ്കിലും അവരെക്കാൾ ഒരുപാട് ഇളയതായ ഒരു പയ്യനെ ഏൽപ്പിച്ചു പോയതാണ്. അദ്ദേഹം അവിടെ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായത്തിനെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ പാമ്പിടിച്ച വീട്ടിൽ അദ്ദേഹം നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണവും പൈസ എല്ലാം എടുത്ത് അവൻ്റെ കൂടെ ഒളിച്ചുകൂടി പോയി. ഇന്നിപ്പം തൊഴിലുറപ്പ് പണിയെടുത്ത് നടക്കുന്നു. അദ്ദേഹം ഇന്നും ഒരു വിവാഹം പോലും കഴിക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ഇന്നും. അതാ പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറം ലോകം അറിയാതെ ഒരുപാട് പേര് ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ കാണിക്കുന്നതിനൊക്കെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി കിട്ടാതിരിക്കില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടേച്ചൊക്കെ പോകുന്ന സമ്മതിക്കണം. ഇത്രയും കാലം കഴിയുമ്പോഴത്തേക്ക് വന്നപ്പോൾ നീതി കിട്ടിയത് ആർക്കാണ്? ഇത്രയും നാളും ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാതെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് വളർത്തിയ തന്തയ്ക്കല്ല അതിന് നീതി കിട്ടിയത്. വല്ലവൻ്റെയും പുറകെ പോയി അവളുടെ സുഖം തേടിപ്പോയി അവൾ ജീവിച്ചേച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് കൊച്ചിനെ വേണമെന്ന് പറയും. ഇതാണ് ഞാൻ പറഞ്ഞില്ല, മിക്കയെടുത്ത് ഈ തള്ളന്മാരെന്ന് പറഞ്ഞിട്ട് ഇതിനെക്കണ്ടല്ല നല്ല പെഡ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഈ പെൺപിള്ളേർ തള്ളമാരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാവരും പറയും അമ്മായിയമ്മ വിഷയമാണ്, അമ്മായിയമ്മ പ്രശ്നക്കാരി എന്ന് പറയും. ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ നീ ഒരുമാതിരി ഈ ദുഷ്ട ഭൂതനെ പോലെയുള്ള കുറേ സ്ത്രീകളുണ്ട് തള്ളമാരെന്ന് പറഞ്ഞ പെമ്മക്കളെ. എനിക്കറിയത്തില്ല ഇവൾമാരൊക്കെ കൂടി എന്നതാണ് ഈ പെമ്മക്കളെ കൊണ്ട് ഓതി പറഞ്ഞങ്ങോട്ട് വിട്ടേച്ച് ഒരു കുടുംബം മൊത്തം കുട്ടിച്ചോറാക്കി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു മകളെ ഞാൻ ഒരു വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ വീട്ടിലുള്ളവർ നിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞു വേണം വിടാനായിട്ട്. അല്ലാതെ നീ അവിടെ ചെന്ന് നീ അവിടെ നിൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ നിനക്ക് അവിടെ സ്വന്തം, ബാക്കിയുള്ളവർ നിനക്ക് സ്വന്തമല്ല എന്ന് പറഞ്ഞു വിടും. ചില ആണുങ്ങളുമുണ്ട് അത് വിശ്വസിച്ച് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇതിൻ്റെ പുറകെ അങ്ങ് പോവുകയും ചെയ്യും. ഇവൾമാരൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരുത്തിക്കും സ്വന്തം വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റത്തില്ല.
പിന്നെ ഒരുപാട് എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാവോ, എത്ര സ്ത്രീകളുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അവരൊരിക്കലും ആ ഭർത്താവിനെ വിട്ടു പോകാതെ അതെല്ലാം സഹിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാണ് നിൽക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമില്ലാതെ അവളെ ഗൾഫിന് വിട്ടതാണ് പൈസ ഉണ്ടാക്കാനായിട്ട്. അടുത്തവൻ്റെ പുറകെ കയറി അങ്ങ് പോയി. എന്നിട്ട് ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് ആ മനുഷ്യൻ ലോകത്തൊന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് സമാധാനമായി. ഇനി അവൾ സുഖമായിട്ട് ജീവിക്കുമല്ലോ, ഇനി സന്തോഷമായിട്ടേ. ഞാൻ ഇവരുടെ ഫോട്ടോ ഒക്കെ വെളിയിൽ വിടണമെന്ന് പറഞ്ഞിരുന്നറിയാം. ഇവിടെയൊക്കെ ആൾക്കാർ കണ്ട് തിരിച്ചറിയണം. ഇവിടെ എവിടെ പോയി ജീവിച്ചാലും ഇവിടെയൊക്കെ ആൾക്കാർ തിരിച്ചറിയണം. ഞാൻ ഇന്ന് കണ്ട് ഈ ഒരു വീഡിയോ ഒരു തമിഴ് ചാനലുള്ള ഒരാളിട്ട് ഈ വീഡിയോ എടുത്തിട്ടേക്കുന്നത്, ഈ പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോന്നും ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് പലയിടത്തോട്ടും അതുകൊണ്ടാണ് പറയുന്നത് ഷെയർ ചെയ്യണമെന്ന്. പലരറിഞ്ഞ് ഇവളെ പോലെയുള്ളവളൊക്കെ തല തുണി ഇടാതെ വെളിയിറങ്ങി നടക്കാൻ പറ്റരുത്. ഇവർക്കൊക്കെ തല തുണി ഇട്ട് നാട്ടുകാരെ ഭയന്ന് തന്നെ വേണം ഇവളൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്. എന്നാലും ഇന്നലെ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോ ഇത്രയും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ഒരു വിഷമം തോന്നി കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല, സത്യം അതല്ല എന്ന് ഒരു കമൻറ്റിലൂടെ വന്ന് പറയാൻ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, സമ്മതിച്ച് തന്നേക്കുന്നതാണ്. എന്നാലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കൊക്കെ ഹൈപ്പ് കൊടുത്ത് കാണുമായിരിക്കും. എങ്കിലും ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹൈപ്പ് ചെയ്തേക്കുക. കാര്യം ഹൈപ്പും കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലോട്ടും കൂടെ എത്തുക കൂടെ ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈക്കിലും ചെയ്തൊന്ന് വീഡിയോ കാണുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.